നിത്യം ശുദ്ധം നിരാഭാസം നിരാകാരം നിരഞ്ജനം നിത്യബോധം ചിദാനന്ദം ഗുരുബ്രഹ്മാ നമാമ്യഹം. സദാ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഏറ്റവും സൂക്ഷ്മമായ ബോധതത്വത്തിൽ നിന്നും ആരംഭിച്ച് ജഡഭാവമായ വസ്തു തത്വത്തിൽ എത്തുകയും അവിടെ നിന്നും ജീവൻ എന്ന പ്രതിഭാസം ഉണ്ടായി തിരികെ ശുദ്ധമായ ബോധത്തിലേക്ക് മടങ്ങുന്നതുമായ ചലന പ്രക്രിയയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിൽ മനുഷ്യ ജീവിതത്തിന് അതിൻ്റേതായ പ്രാധാന്യം ഉണ്ട്. അനന്ത ബോധാവസ്ഥയിൽ നിന്നും ജഡവസ്തുവിലേക്ക് പരിണമിക്കപ്പെട്ട ബോധതത്വത്തെ പിന്നീട് അല്പമായി നാം മനസ്സിലാക്കുന്നത് വസ്തുക്കളിൽ നിന്നും ഉരുത്തിരിഞ്ഞ ജീവൻ എന്ന പ്രതിഭാസത്തെ കൊണ്ടാണ്. ജീവൻ ഉണ്ടായ നാൾ മുതൽ തിരികെ ശുദ്ധബോധത്തിലേക്ക് മടങ്ങുന്നതിന് ആവശ്യമായ പ്രയാണം ആരംഭിക്കുകയും ചെയ്തു. ജഡവസ്തുവിൽ നിന്നും ഉണ്ടായ ജീവപ്രതിഭാസം, അതിൻ്റെ ബോധതത്വം, അതിൻ്റെ ബോധം താരതമ്യേന വളരെ 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 പരിമിതമായിരുന്നു. അതിൻ്റെ ജീവിയുടെ ശരീരത്തെക്കുറിച്ചുള്ള ബോധം പോലും അതിന് ഉണ്ടായിരുന്നു എന്ന് പറയാൻ നിവൃത്തിയില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെയും ആ ശാരീരിക ബോധമല്ലാതെ അതിൽ കവിഞ്ഞ യാതൊന്നും അതിനുണ്ടായിരുന്നില്ല. ക്രമേണ മനസ്സിനും ബോധത്തിനും ഉണ്ടായ പുരോഗതി ജീവികളെ മനുഷ്യൻ എന്ന തലത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിലുള്ള ഏതൊന്നിനും അതിൻ്റേതായ ധർമ്മം, അതിൻ്റേതായ സ്വഭാവം ഉണ്ട്. വസ്തുക്കൾക്കും മൃഗങ്ങൾക്കും പക്ഷികൾക്കും അതുപോലെ മനുഷ്യനും അതിൻ്റേതായ ധർമ്മങ്ങൾ ഉണ്ട് എന്ന് പറയാം. എന്നാൽ ആത്യന്തികമായ ധർമ്മം ഒന്നേ ഉള്ളൂ. മുൻപ് സൂചിപ്പിച്ചതുപോലെ ശുദ്ധബോധാവസ്ഥയിൽ നിന്നും ജഡവസ്തുവിലേക്കും ജഡവസ്തുവിൽ നിന്ന് തിരികെ ശുദ്ധബോധാവസ്ഥയിലേക്കുള്ള യാത്ര, ഇത് മാത്രമേ ഉള്ളൂ. അവിടെ ചെന്ന് പരിണമിക്കുക, അവിടെ ചെന്ന് ലയിക്കുക എന്നുള്ളത് മാത്രമേ സത്യമായിട്ട് ഉള്ളൂ. അതിൽ മനുഷ്യ ജന്മത്തിന് എന്താണ് പ്രത്യേകത? ഇത് മനുഷ്യരായ നാം എല്ലാം ഒന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യ ശരീരത്തിൻ്റെ ഘടന നാം നോക്കിയാൽ മൃഗങ്ങളുടേതിൽ നിന്നും എത്രയോ ഉത്കൃഷ്ടമാണ് എന്ന് കാണാം, സങ്കീർണമാണ് എന്ന് കാണാം.
മനുഷ്യ മനസ്സിന് മാത്രമേ മാനസികമായ വൃത്തികൾ ചെയ്യുന്നതിന് കഴിവുള്ളൂ. മറ്റ് ജന്തുക്കൾക്കാവട്ടെ ശാരീരിക തലത്തിൽ നിന്ന് കിട്ടുന്ന പ്രചോദനങ്ങൾ അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുവാൻ അവയ്ക്ക് കഴിയുള്ളൂ. മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യൻ മാനസിക ജീവിയാണ്. ശാരീരിക ജീവിയോടൊപ്പം മാനസിക ജീവിയാണ്, ആധ്യാത്മിക ജീവിയുമാണ്. അതായത് മനുഷ്യൻ്റെ അസ്തിത്വം ശാരീരികം, മാനസികം, ആധ്യാത്മികം എന്നിങ്ങനെ 3 തലങ്ങളിൽ നിൽക്കുന്നതായി കാണാം. ഈ 3 തലങ്ങൾക്കും ക്രമേണ ഉണ്ടാകേണ്ട ശ്രേഷ്ഠത, പുരോഗതി, ഔന്നത്യം നാം സാധിച്ചെടുക്കുന്നതിന് പ്രയത്നിക്കുന്നില്ല എങ്കിൽ അത് മനുഷ്യ ജീവിതത്തിൻ്റെ പരാജയമാണ്. ശാരീരിക സൗഖ്യങ്ങൾക്കും സുഖങ്ങൾക്കും മാത്രം മുൻതൂക്കം കൊടുത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യ തതിയാണ് ഇന്ന് ഇവിടെ നാം കാണുന്നത്. എപ്പോഴോ അതിൽ നിന്ന് മാറി മനസ്സിൻ്റെ ഉത്കൃഷ്ടതയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരു മനുഷ്യ സമൂഹം ഉണ്ടാവുന്നു. അതിലുമപ്പുറം ആധ്യാത്മിക ഉന്നതിക്ക് തയ്യാറെടുക്കുന്ന, പ്രയത്നിക്കുന്ന ഒരു മനുഷ്യ സമൂഹം ഉണ്ടാകുന്നു. അപ്പോൾ മാത്രമേ മനുഷ്യൻ്റെ എല്ലാവിധ വളർച്ചയ്ക്കും 3 തലങ്ങളിലുള്ള ശ്രേഷ്ഠതയ്ക്കും നമുക്ക് ഒരു ഉത്തരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ.